The date mentioned in the preamble of Indian Constitution. Indian Constitution preamble mention ചെയ്തിരിക്കുന്ന ഡേറ്റ് ഏതാണ്? It is 26 November 1949. ഈ 26 November 1949 ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്ത്. സോ ദിസ് ഡേറ്റ് ഈസ് മെൻഷൻഡ് ഇൻ ദ പ്രിയാമ്പിൾ ആസ് ഏതാ ഒരു ഡേറ്റ് ഏതെങ്കിലും ഒരു ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രിയാമ്പിൾ അത് 26 November 1949 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഫേമസ് ആയ ഒരു കേസാണ് ബേരുബായ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ബേരുബായ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയാമ്പിൾ ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന കേസാണ് ബേരുബായ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഇനി വേറെ അതിന്റെ ഓവർ റൂൾ ചെയ്ത ഒരു കേസ് വന്ന് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ആ കേസ് പറഞ്ഞ് പ്രിയാമ്പിൾ ഈസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ മാറ്റിവെക്കാൻ പാടില്ലാത്ത ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു പാർട്ടാണ് നമ്മുടെ ഏതാണ് ഈ പ്രിയാമ്പിൾ എന്ന് പറയുന്ന കേസാണ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഇനി preamble of the constitution declares India to be sovereign, socialist, secular and democratic republic. ആ ഓർഡർ ഒന്ന് പഠിക്കുക എപ്പോഴും. സോവറിൻ കഴിഞ്ഞിട്ടാണ് സോഷ്യലിസ്റ്റ്, സെക്യുലർ, ദെൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഇത് ചോദിക്കാറുണ്ട്, ഈ ഒരു ഓർഡർ ഓഫ് സീക്വൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്. സോ ഓർത്ത് വയ്ക്കുക. ദി പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിക്ലെയർസ് ഇന്ത്യ ടു ബി സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. Okay. അടുത്ത ക്വസ്റ്റ്യൻ, what is Article 368? ആർട്ടിക്കിൾ 368 എന്താണ്? The Parliament can amend the Constitution. Parliament have the right to Parliament നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ ഭേദഗതി ചെയ്യാനുള്ള അവകാശം പാർലമെന്റിന് ഉണ്ട് എന്ന് പറയുന്ന ആർട്ടിക്കിൾ 356 ആണ്. 368 ആണ്. 368 പ്രകാരം പാർലമെന്റ് ഹാസ് ദ റൈറ്റ് ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി 42nd Amendment Act, അതായത് എന്താണ് 42nd Amendment Act വഴി വന്ന പ്രിയാമ്പിളിൽ വന്ന 3 മാറ്റങ്ങളാണ്. 3 integral words like socialism, integrity and secularism were added to the preamble. Secular, socialist and integrity. These 3 words were inserted to the preamble by 42nd Amendment Act. ഇനി SR Bommai versus Union of India. SR Bommai versus Union of India യുടെ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ സെക്യുലറിസം ഇസ് ദ ഇന്റഗ്രൽ പാർട്ട് ഓർ ബേസിക് ഫീച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന കേസാണ് SR Bommai versus Union of India. സെക്യുലറിസം ഇസ് ദ ബേസിക് ഫീച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി വാട്ട് ഈസ് ആർട്ടിക്കിൾ 1? ആർട്ടിക്കിൾ 1 പ്രകാരം ഇന്ത്യ ഭാരത് ദാറ്റ് ഇസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഇന്ത്യ എന്ന് പറയുന്ന യൂണിയൻ ആണ്, അത് കുറെ സ്റ്റേറ്റ്സ് കൂടിയുള്ള ഒരു യൂണിയൻ ആണ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 1. ആർട്ടിക്കിൾ 1 ഇന്ത്യ ഭാരത് ദാറ്റ് ഇസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്. ഇനി ദി ഓൺലി അമെൻഡ്മെന്റ് വിച്ച് ടച്ച് ദ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് ഇതുവരെയുള്ള അമെൻഡ്മെന്റ് എല്ലാത്തിലും ഒരേ ഒരു അമെൻഡ്മെന്റിൽ മാത്രമാണ് നമ്മൾ പ്രിയാമ്പിളിനെ ടച്ച് ചെയ്ത് പറഞ്ഞിട്ടുള്ളൂ. ആ അമെൻഡ്മെന്റ് ഏതാണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് 42nd Amendment. ഇതുവരെ നമ്മൾ പ്രിയാമ്പിളിനെ ടച്ച് ചെയ്ത ഒരേ ഒരു അമെൻഡ്മെന്റ് ഇറ്റ് ഈസ് 42nd Amendment Act. The only amendment which touched the preamble of Indian Constitution is 42nd Amendment. Ini SR Bommai versus Union of India, the Supreme Court held that secularism is the basic feature of Indian Constitution. Secularism എന്ന് പറയുന്നത് ബേസിക് ഫീച്ചർ ആണെന്ന് പറയുന്ന കേസ് SR Bommai versus Union of India ആണ്. ഇനി അടുത്ത what is Article 3? Article 3 പ്രകാരം the formation of new states and allocation of alteration of boundaries is of existing states. അതായത് ഒരു പുതിയ സ്റ്റേറ്റ് രൂപീകരിക്കുന്നതോ അല്ലെങ്കിൽ അതിന്റെ ഒരു സ്റ്റേറ്റിന്റെ ഒരു അതിർത്തി ഓൾട്ടർ ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ 3. ഇനി അടുത്തത് വിച്ച് പാർട്ട് 2 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഡീലിംഗ് വാട്ട്? എന്താണ് പാർട്ട് 2 പറയുന്നത്? പാർട്ട് 2 ഈസ് ഡീലിംഗ് വിത്ത് സിറ്റിസൺഷിപ്പ് പറയുന്നതാണ് പാർട്ട് 2. ഇനി അടുത്ത ആർട്ടിക്കിൾ 11 expressly confers the power on the parliament to make laws about citizenship. ഒരു സിറ്റിസൺഷിപ്പിന്റെ കാര്യത്തിൽ ഫൈനൽ വേർഡ് പറയുന്ന ആൾക്കാർ പാർലമെന്റ് ആയിരിക്കും. അങ്ങനെ പറയുന്ന ആർട്ടിക്കിൾ 11 ആണ്. ആർട്ടിക്കിൾ 11 says expressly confers the power of the parliament to make laws about citizenship. സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ പറയുന്നത് ആർട്ടിക്കിൾ 11 ആണ്. അത് പാർലമെന്റിനാണ് ഫൈനൽ വേർഡ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ 11. ഇനി Indian Citizenship Act came into force in which year? Indian Citizenship Act of 1955. 1955 Indian Citizenship Act നിലവിൽ വന്ന എന്നുള്ള കാര്യം ഓർത്തുവയ്ക്കുക. ഇനി what is Article 5? Citizenship by domicile. Domicile എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ഥിരതാമസം അങ്ങനെയുള്ള കാര്യം. ആ കാര്യം വഴി ഒരു സിറ്റിസൺ അക്വയർ ചെയ്യാം, സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യാം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 5 ആണ്. ആർട്ടിക്കിൾ 5 ഡീലിംഗ് വിത്ത് സിറ്റിസൺഷിപ്പ് ബൈ ഡൊമിസിൽ. ഇനി അടുത്ത Part 3 of Indian Constitution is dealing with what? Part 3 of Indian Constitution is dealing with fundamental rights. Fundamental rights is mentioned under Part 3 of Indian Constitution. ഇനി Magna Carta of India എന്ന് വിളിക്കുന്നത് എന്താണ്? What is known as Magna Carta of India? Magna Carta of India എന്ന് വിളിക്കുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സിനെയാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് is known as
മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ. ഇനി അഡോപ്റ്റഡ് ഫ്രം ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ പറഞ്ഞു, അഡോപ്റ്റ് ചെയ്ത് USA എന്നാണ് ഞാൻ പറഞ്ഞു. ഇനി അടുത്തുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ അവൈലബിൾ അഗൈൻസ്റ്റ് സ്റ്റേറ്റ്, നോട്ട് അഗൈൻസ്റ്റ് പബ്ലിക് ഇൻഡിവിജ്വൽ, സോറി പ്രൈവറ്റ് ഇൻഡിവിജ്വൽ. നമുക്കറിയാം ഫണ്ടമെന്റൽ റൈറ്റ്സ് എപ്പോഴും നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റിനെതിരെ ആയിരിക്കും, നോട്ട് അഗൈൻസ്റ്റ് എ പ്രൈവറ്റ് പേഴ്സൺ. പ്രൈവറ്റ് പേഴ്സണെതിരെ നമുക്ക് ഒരിക്കലും ഫണ്ടമെന്റൽ റൈറ്റ്സ് അവൈലബിൾ ചെയ്യാൻ പറ്റില്ല. ഇനി ആർട്ടിക്കിൾ 12. വാട്ട് ഈസ് മീനിങ് ഓഫ് ആർട്ടിക്കിൾ 12? ആർട്ടിക്കിൾ 12 സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ടേം ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഡെഫിനേഷൻ ഓഫ് സ്റ്റേറ്റ് ഈസ് മെൻഷൻഡ് ഇൻ ആർട്ടിക്കിൾ 12. ഇനി ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ഏത് ആർട്ടിക്കിൾ ആണ്? ആർട്ടിക്കിൾ 14 പ്രകാരം there shall be equality before law and equal protection of law. ഇനി who propounded the theory rule of law? Rule of law എന്ന് പറയുന്ന തിയറി കൊണ്ടുവന്ന ആരാണ്? ഇറ്റ് ഈസ് A.B. Dicey. A.B. Dicey ആണ് റൂൾ ഓഫ് ലോ കൊണ്ടുവന്നത്. ഇനി റൂൾ of law is under article 14 is the basic feature of Indian constitution. അതായത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ബേസിക് ഫീച്ചർ എന്ന് പറഞ്ഞു. ആൻഡ് ഇറ്റ് cannot be amended by 368. 368 പ്രകാരം പാർലമെന്റ് ബേസിക് ഫീച്ചറിൽ ഒരു കാര്യം തൊടാൻ പറ്റത്തില്ല. അങ്ങനെ പറയുന്നത് സോ റൂൾ ഓഫ് ലോ is cannot be amended or cannot be changed by the parliament because it is a basic feature of Indian constitution. What is Article 15? Article 15 എന്ന് പറയുന്നത് the state shall not discriminate any person on the ground of religion, race, caste, sex, place of birth or any of them. The state shall not discriminate any person on the ground of religion, caste, sex, place of birth or any of them. What is Article 16? Article 16 equality of opportunity in public employment. Public employment കാര്യത്തിൽ ഒരു ഡിസ്ക്രിപ്ഷൻ പാടില്ല. ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഷുഡ് ബി ഗിവൺ എന്ന് പറയുന്ന ആർട്ടിക്കിൾ 16 പ്രകാരമാണ്. അടുത്ത വാട്ട് ഈസ് ആർട്ടിക്കിൾ 17? ആർട്ടിക്കിൾ 17 പ്രകാരം ഇന്ത്യയിൽ തൊട്ടുകൂടായ്മ അബോളിഷ് ചെയ്തു, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. ഇനി ആർട്ടിക്കിൾ 18 അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. ഇനി the conferment of titles of Bharat Ratna, Padma Shri, Padma Bhushan, Padma Shri etc. are not prohibited under Article 18. ഞാൻ ആദ്യം പറഞ്ഞു ആർട്ടിക്കിൾ 18 പ്രകാരം നമ്മളൊരു ടൈറ്റിൽ ഒന്നും അവാർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഭാരത് രത്ന, പത്മശ്രീ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടൈറ്റിൽസ് ഒന്നും അതുവഴി പ്രൊഹിബിറ്റ് ചെയ്യില്ല എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 18 ഓക്കെ, അങ്ങനെയുള്ള കാര്യം ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി നമ്മുടെ ഞാൻ പറഞ്ഞു ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു ഹയസ്റ്റ് ജുഡീഷ്യൽ ഓഫീസർ അല്ലെങ്കിൽ ഫസ്റ്റ് ലോ ഓഫീസർ ഓഫ് ദ കൺട്രി ഒക്കെ അറ്റോർണി ജനറൽ ആണെന്ന് പറഞ്ഞു. അറ്റോർണി ജനറലിനെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ഈസ് ദ ഇന്ത്യൻ ഗവൺമെന്റ് ചീഫ് ലീഗൽ അഡ്വൈസർ. ചീഫ് ലീഗൽ അഡ്വൈസർ ഓഫ് ഇന്ത്യൻ ഗവൺമെന്റ് ഈസ് അറ്റോർണി ജനറൽ. ഹി ഈസ് അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് under Article 76 clause 1. he holds the office during the pleasure of president. President എപ്പോൾ റിമൂവ് ചെയ്യാൻ പറഞ്ഞാൽ അപ്പൊ തന്നെ റിമൂവ് ചെയ്യണം. He must be a person qualified to be appointed as a judge of Supreme Court. അതായത് അറ്റോർണി ജനറൽ ഈക്വൽ ടു ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്. സുപ്രീം കോടതിയിലെ ജഡ്ജ് ആവാനുള്ള ക്വാളിഫിക്കേഷൻ സെയിം ക്വാളിഫിക്കേഷൻ ആയിരിക്കും അറ്റോർണി ജനറലിന്റെ ക്വാളിഫിക്കേഷൻ. സോ ഇങ്ങനെ പഠിക്കുക, സുപ്രീം കോർട്ട് ജഡ്ജ് ഈക്വൽ ടു അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. ഇനി 15th ആൻഡ് കറന്റ് അറ്റോർണി ജനറൽ അല്ലെങ്കിൽ AG ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് KK വേണുഗോപാൽ ആണ്. ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആരാണെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്, KK വേണുഗോപാൽ. ഇനി ഫസ്റ്റ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ, ഹു ഈസ് ദ ഫസ്റ്റ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ? അത് MC സെത്തൽവാർ. MC സെത്തൽവാർ ഈസ് ദ ഫസ്റ്റ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ഹാസ് ദ റൈറ്റ് ടു ഓഡിയൻസ് ഇൻ ഓൾ കോർട്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഏതൊരു കോർട്ടിലും പോയിരിക്കാനുള്ള അവകാശം ആർക്കുണ്ട്? അറ്റോർണി ജനറലിനുണ്ട്. he has the right to participate in the proceedings of the parliament but have no right to vote. അദ്ദേഹത്തിന് പാർലമെന്റിലെ ഏതൊരു പ്രൊസീഡിംഗ്സിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ബട്ട് he have no right to vote. He has the right to participate in the proceedings of the parliament though he has no right to vote. Attorney General appears on the behalf of the government of India in cases, suits, appeals and other proceedings in the Supreme Court which government of India is concerned. അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രതികളാവുന്ന അല്ലെങ്കിൽ കുറ്റാരോപിതരാവുന്ന എല്ലാ കാര്യത്തിലും അവിടെ ഹിയർ ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ അപ്പീൽ ചെയ്യുന്ന ആരായിരിക്കും എന്ന് വെച്ചാൽ അത് അറ്റോർണി ജനറൽ ആയിരിക്കും. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ appears on the behalf of the government of India in all cases, suits, appeals and other proceedings in the Supreme Court in which government of India is concerned. The Attorney General of India Attorney General is assisted by Solicitor General and 4 additional Solicitor General. അതായത് അറ്റോർണി ജനറലിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സോളിസിറ്റർ ജനറലും 4 അഡീഷണൽ സോളിസിറ്റർ ജനറൽസും ഉണ്ടാവും. ഇനി ഫസ്റ്റ് ലോ ഓഫീസർ ഓഫ് ദ കൺട്രി ഞാൻ പറഞ്ഞു അറ്റോർണി ജനറൽ ആണ്. അതേപോലെ തന്നെ സെക്കൻഡ് ലോ ഓഫീസർ ഓഫ് ദ കൺട്രി ആണെന്ന് നോക്കുമ്പോൾ സെക്രട്ടറി
സോളിസിറ്റർ ജനറൽ. സെക്കൻഡ് ലോ ഓഫീസർ ഓഫ് ദ കൺട്രി എന്ന് പറഞ്ഞാൽ സോളിസിറ്റർ ജനറൽ ആണ്. ഫസ്റ്റ് ലോ ഓഫീസർ ഓഫ് ദ കൺട്രി അറ്റോർണി ജനറൽ ആണ്. സെക്കൻഡ് ആവുമ്പോൾ അത് സോളിസിറ്റർ ജനറൽ ആണ്. ഇനി അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻസ് പറയുന്നത് ഹി മസ്റ്റ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. അറ്റോർണി ജനറൽ ആണെങ്കിൽ ഹി മസ്റ്റ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഹി ഷുഡ് ഹാവ് എ എക്സ്പീരിയൻസ് ആസ് എൻ അഡ്വക്കേറ്റ് ഓഫ് ഹൈക്കോർട്ട് ഫോർ 10 years. 10 കൊല്ലം ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് ആയിരിക്കണം. ഹി ഷുഡ് ഹാവ് എൻ എക്സ്പീരിയൻസ് ആസ് എ ജഡ്ജ് ഓഫ് ഹൈക്കോർട്ട് ഫോർ 5 years. ഹൈക്കോടതി ഏതെങ്കിലും ഒരു ഹൈക്കോടതിയിലെ ജഡ്ജ് 5 വർഷമായുള്ള ആ ഒരു എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് വേണം. ഇത്രയും കാര്യങ്ങളാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ.